ഹലോ ഫ്രണ്ട്സ്, നേതിക്ക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെള്ളക്കുഴിയപ്പമാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടെ ഗണപതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ആപ്പമാവാണ്. ആപ്പമാവ് ഞാൻ ഒരു 2 മണിക്കൂറായിട്ടുള്ള അരച്ചെടുത്തിട്ട് ആ മാവിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു പകുതി ഉള്ളി, മല്ലിയില, കരിവേപ്പില, പച്ചമുളക്, കുറച്ച് പെരുങ്കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് എല്ലാം അതിലിട്ടിട്ടുണ്ട്. കുറച്ച് പെരുങ്കായപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ ഇളക്കുമ്പോഴേക്കും നമുക്ക് കല്ല് ചൂടാക്കാൻ വയ്ക്കാം. കുഴിയപ്പ കല്ല് വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ മതി. ഒഴിച്ച് കുഴിയപ്പത്തിന് ഒഴിക്കുമാതിരിയൊന്നും ആവശ്യമില്ല. കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. പച്ചരി ആപ്പത്തിനരക്കില്ലേ, അതേ മാവാണ്. പച്ചരി ഇട്ട മാവ്, പച്ചരി കുറച്ച് ചോറ് ഒക്കെ ഇട്ട് അരച്ച മാവാണ്. തേങ്ങയൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് കുഴിയപ്പക്കല്ലിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ആയ ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം, ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ആദ്യം എടുക്കുമ്പോൾ ഒന്ന് പൊട്ടും, അത് കുഴപ്പമില്ല. കല്ല് കുറേ ദിവസം നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്ന അങ്ങനെ ഉണ്ടാകും. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒട്ടിയിട്ടൊന്നുമില്ല, നല്ല ഇതായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കല്ല് ചൂടായ ശേഷം ഒന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടെ എണ്ണ തേച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതങ്ങനെ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്ന് കുറച്ച് വയ്ക്കുക, തീ ഒന്ന് കുറച്ച് വയ്ക്കുക. ഒന്നെടുക്കാം. ആയിട്ടുണ്ടാകും. ഒന്നെടുക്കുക. അത് ചട്നിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. മുളക് ചട്നി എടുക്കാം. നമ്മൾ ഉള്ളിച്ചമ്മന്തിയില്ലേ, അത് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നോക്കാം. എല്ലാം ആയിട്ടുണ്ടാകും. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുണ്ടാകുന്നത് ആപ്പമാവ കൊണ്ട് ഇങ്ങനെ ഉണ്ടാകും. എണ്ണയൊന്നും അധികം കൊടുക്കില്ല. നമുക്ക് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട കാരണം അത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. തേങ്ങാക്കൊത്തൊക്കെ ഇടയിൽ ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ല രുചി ഉണ്ടാകും. ഡബിളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുക്കാം. ഈ ഭാഗമൊക്കെ ഒന്ന് ആയിട്ട് നമുക്ക് എടുക്കാം. ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പുളിക്കാണ്ട് ആപ്പത്തിനൊക്കെ അരക്കില്ല. ഒരു മണിക്കൂർ 2 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ പുളിപ്പുണ്ടാകില്ല. കുട്ടികളൊക്കെ നന്നായി. ഒരുപാട് പുളിപ്പായ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നല്ല മണമുണ്ടാകും. പെരുങ്കായം ഇതിൻ്റെ കൂടെ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കാം. ക്യാരറ്റോ അങ്ങനെയൊക്കെ ചീകി ഇട്ട് കൊടുത്താൽ നന്നായിട്ടുണ്ടാകും. കുരുമുളക് ഇട്ട് കൊടുക്കാം.